ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് രാവിലെ തൊട്ട് ഉച്ച വരെയുള്ളൊരു വീഡിയോ നമുക്ക് കാണാം. എന്തൊക്കെ ഉണ്ടാക്കി എന്നുള്ളത്. രാവിലെ നമുക്ക് ഇഡ്ഡലിയും സാമ്പാറും ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട്. നമുക്ക് എല്ലാവർക്കും ഒരു ഇഷ്ടമുള്ളൊരു സാധനം കേട്ടോ അത് കഴിഞ്ഞ് ഉച്ചയ്ക്കത്തേക്ക് നോക്കാം. ഉച്ചയ്ക്ക് ഞാൻ ഒരു അവിയലും ചോറും വെക്കാമെന്ന് വിചാരിച്ചു. മോര് കറിയുണ്ട്, പപ്പടമൊക്കെ കാച്ചാമെന്ന് വിചാരിച്ചിട്ടാണ്. നമുക്ക് ആദ്യം അവിയൽ വെക്കാൻ എല്ലാവർക്കും അറിയാം. പെട്ടെന്ന് തട്ടിക്കൂട്ടി ഞാൻ വെച്ചൊരു അവിയലാണ് ഇത്. അതുപോലെ തന്നെ അവിയൽ വെക്കാനെല്ലാം അരിഞ്ഞൊക്കെ കഴിഞ്ഞപ്പോഴാണ് അവിയലിനകത്ത് ഇടാൻ പച്ചമുളക് ഇല്ല എന്നുള്ള കാര്യം ഞാൻ ഓർത്തത്. അതുകൊണ്ട് ഞാൻ മുളക് പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അവിയൽ വെച്ചാൽ ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു, എല്ലാവർക്കും അറിയാവുന്ന കാര്യമൊക്കെ തന്നെയാണ്. പിന്നെ നമുക്ക് പെട്ടെന്ന് തട്ടിക്കൂട്ടിയൊക്കെ അവിയൽ വെക്കാൻ കുറച്ച് അത്യാവശ്യം നമ്മൾ കുറച്ച് പച്ചക്കറികൾ ഉണ്ടെങ്കിൽ നമുക്ക് അവിയൽ സെറ്റാക്കാം. അതുപോലെ തന്നെ തൈരും ഇല്ലായിരുന്നു എൻ്റെ കയ്യിൽ അവിയൽ വെക്കാൻ. പച്ചത്തക്കാളിക്ക് ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ പഴുത്ത ഒരു തക്കാളിക്കയുടെ പകുതിയാണ് പുളിക്ക് വേണ്ടിയിട്ട് ഞാൻ അവിയലിൽ ചേർത്തത്. അത് എല്ലാവർക്കും ചിലപ്പോൾ ഇഷ്ടമായിരിക്കത്തില്ല. എനിക്കത് വലിയ പ്രശ്നമില്ല, എനിക്കിഷ്ടമാണ് അങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാനത് തക്കാളി ചേർത്തത്. പിന്നെ വേണമെങ്കിൽ തൈര് ചേർക്കാം, അല്ലെങ്കിൽ പിഴുപുളി നമുക്ക് പിഴിഞ്ഞ് ചേർക്കാം. ഓരോരുത്തരുടെ ഇഷ്ടം പോലെ കാണും കേട്ടോ. പിന്നെ ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർക്കണം. പച്ച വെളിച്ചെണ്ണയും തേങ്ങയാണ് നമ്മുടെ അവിയലിൻ്റെ ടേസ്റ്റ് എന്നറിയാമല്ലോ. പിന്നെ അതുപോലെ തന്നെ ഞാൻ ചോറ് വെക്കുന്ന കുക്കറിലാണ്. എല്ലാവരും പറയും കുക്കറിൽ വെച്ചാൽ ചോറ് അത്ര സെറ്റായി കിട്ടാറില്ല എന്നൊക്കെ. പക്ഷേ എനിക്ക് കുക്കറിൽ വെക്കുന്നതാണ് എപ്പോഴും എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്. ഇതുപോലൊരു കിഴുത്തപാത്രത്തിലാണ് ഞാൻ എടുക്കുന്നത്. അപ്പം നന്നായിട്ട് തന്നെ എനിക്ക് ചോറ് വെള്ളമൊന്നും കെട്ടാണ്ട് തന്നെ എനിക്ക് കിട്ടാറുണ്ട്. അതിനോട് നമ്മളൊരു പപ്പടവും കൂടെ ഒക്കെ പൊരിച്ച് ചോറ് ഉച്ചയ്ക്കത്തേക്കുള്ള ഉച്ചയൂണ് സെറ്റായി. നമ്മുടെ അവിയൽ, പപ്പടം, മോരുകറി, പിന്നെ നമ്മൾ രാവിലെ വെച്ചിരുന്ന സാമ്പാർ, ചോറ്, ഇതെല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കഴിച്ചിട്ട് വരാം.